ഡിയസ്, ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ പോലും 0 മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഏത് കാര്യമാണെന്നല്ലേ? കഴിഞ്ഞ ദിവസം CBSE ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ പോകുന്നു. എന്നാൽ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആണെങ്കിൽ അതിൽ ഹിസ്റ്ററി വരാം, ജോഗ്രഫി വരാം, എക്കണോമിക്സ് വരാം, പൊളിറ്റിക്കൽ സയൻസ് വരാം, അങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലേ. എന്നാൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സയൻസിൽ സെക്ഷൻ എ ബയോളജി, സെക്ഷൻ ബി കെമിസ്ട്രി, സെക്ഷൻ സി ഫിസിക്സ്. സോഷ്യൽ സയൻസിലാണെങ്കിൽ സെക്ഷൻ എ ഹിസ്റ്ററി, സെക്ഷൻ ബി ജോഗ്രഫി, സെക്ഷൻ സി പൊളിറ്റിക്കൽ സയൻസ്, സെക്ഷൻ ഡി എക്കണോമിക്സ്. ഈ ഓരോ സെക്ഷനും ഇനി മുതൽ ഇടകലർത്തി എഴുതാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇടകലർത്തി എഴുതിയാൽ, അതായത് സെക്ഷൻ എയിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സെക്ഷൻ ബിയിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോയാൽ, അങ്ങനെ ഇടകലർത്തി എഴുതിയാൽ ആ പേപ്പർ, ആ ക്വസ്റ്റ്യൻ ഇനി മുതൽ വാല്യൂ ചെയ്യില്ല എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു പക്ഷേ നിങ്ങൾ ആ പേപ്പറിനെങ്ങാനും പരാജയപ്പെട്ടിട്ട് റീവാല്യൂഷന് പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് എഴുതിയിരുന്നതെങ്കിൽ ഒരിക്കലും റീവാല്യൂഷൻ പോലും എടുക്കില്ല. അപ്പോൾ ആകെ കുഴഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് CBSEയിലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത്: ഓരോ സെക്ഷനിലെയും ക്വസ്റ്റ്യൻ അടുക്കും ചിട്ടയോടും കൂടി നമ്പർ ഇട്ട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എഴുതി പോവുക. അല്ലാതെ സെക്ഷൻ എ കഴിഞ്ഞ് സെക്ഷൻ ബിയിലേക്കും സെക്ഷൻ സിയിലേക്കും മാറി മാറി പോകരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. ഓക്കെ അല്ലേ? ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഈ ടൈം മാനേജ്മെന്റ് അനുസരിച്ചിട്ട് കുട്ടികൾ ഇനി നന്നായിട്ട് പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിച്ചില്ലെങ്കിൽ ആകെ പണി പാളും അല്ലേ? അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 1 മിനിറ്റോ 1.5 മിനിറ്റോ എടുത്ത് നമ്മൾ എഴുതി ശീലിക്കണം. അങ്ങനെ സമയക്രമം പാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീരീസ് വെച്ചിട്ട് എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ അവസാനത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം പോലും കിട്ടില്ല, ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്തില്ലെങ്കിൽ. നമ്മൾ സ്ലോ ആയിട്ടാണ് സെക്ഷൻ എയും സെക്ഷൻ ബിയും എഴുതിയതെങ്കിൽ അവസാനത്തെ സെക്ഷൻ സി ആയ ഫിസിക്സ് എഴുതാൻ സമയം കിട്ടാതെ വരും അല്ലേ? അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം വരെ അധ്യാപകർ പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് കണ്ടെത്തി എഴുതിക്കോളൂ, ഇടകലർത്തി എഴുതാമെന്നായിരുന്നു. ഇനി അത് നടക്കാത്തത് കൊണ്ട് ടൈം മാനേജ്മെന്റ് കൃത്യമായി പുലർത്തിക്കൊണ്ടു പോകണം. അത് ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് വെച്ചാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഓക്കെ, ശ്രദ്ധിക്കണേ. അതുകൊണ്ട് CBSEയുടെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ എഴുതേണ്ട രീതികളും ഉത്തരങ്ങൾ എഴുതേണ്ട രീതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ടൈം മാനേജ് ചെയ്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.